അങ്ങനെ ഡെലിവറിയും കഴിഞ്ഞു. എറ നമ്മുടെ ഷെഡ്യൂളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതേ ഇതേപോലെ തടിച്ച് ചീഞ്ഞിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പുതിയ ലൈഫ് സ്റ്റൈൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ തുടക്കമായിട്ട് എത്രത്തോളം വർക്കൗട്ട് ആവുന്നൊന്നും അറിയില്ല, പർച്ചേസ് ചെയ്യാൻ പോണേ. എവിടെ പോണേ ഋഷി? ഞാൻ ഡയറ്റിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു അടിപൊളി ലൈഫ് സ്റ്റൈല് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലൈഫ് സ്റ്റൈലിലേക്ക് കടക്കാനാണ് പ്ലാന്. വേറെ ഒന്നല്ല, ഈ എറേനെ വെച്ചിട്ട് കുക്ക് ചെയ്യാനൊക്കെ നല്ല ടാസ്കാ. അവന്റെ ഗുരു ബൂംബാങ് ആണെന്നാണ് അവൻ പറയണത്. അത് നമ്മള് ഫസ്റ്റ് ഷോപ്പിംഗ് ആയിട്ട് എറേനെയും കൊണ്ട് എവിടെ പോണത്? അങ്ങനെ ആദ്യമായിട്ട് എറമോളയും കൊണ്ട് പോകുന്നത് ലുലു മാളിലേക്കാണ്. എറമോള വന്നപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിലുണ്ടായ ഒരു മെയിൻ മാറ്റമാണ് ഉത്തരവാദിത്തം വന്നത്. ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ഈ പർച്ചേസും. അങ്ങനെ ബൂംബാങ് പറഞ്ഞ പോലെ കുറച്ച് ഏജ് ചെയ്ത ബീഫ് വാങ്ങിക്കാനാണ് ഇത് ലുലു മാളിൽ പോയത്. അപ്പോഴാണ് ലുലു മാളിൽ അവൻ പറയണത് സ്റ്റീക്ക് ചെയ്യാൻ ഏജ് ചെയ്ത ബീഫിനേക്കാൾ നല്ലത് ഫ്രഷ് ബീഫാണെന്ന്. ഇവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണോ അല്ലെങ്കിൽ ബൂംബാങ് പറഞ്ഞു മനസ്സിലാക്കണോ? ബൂംബാങ്ങിന്റെ വീഡിയോ മൊത്തിരുന്ന് കണ്ട് പുതിയ ലൈഫ് സ്റ്റൈൽ സെറ്റ് ആക്കാൻ അറിയാൻ ഞങ്ങൾ മൂഞ്ചി. ഇനിയിപ്പോ വേറെ വഴിയില്ല, ബീഫ് അങ്ങോട്ട് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഏജ് ചെയ്യിപ്പിക്കാം. കാര്യം എറമോളെ കാണിക്കാനാണ് ലുലുമോളിൽ വന്നെങ്കിലും എറമോള് നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് വീട് എത്തണ വരെ അവള് നല്ല ഉറക്കത്തിലായിരുന്നു. ലുലുമോളിൽ വന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക്. അപ്പൊ ബൂംബാങ്ങിന്റെ ലൈഫ് സ്റ്റൈൽ സെറ്റ് ആവാൻ നോക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്കും മാസലാവാം.